വന്നിട്ടുള്ളത് ഒരു HP ലാപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് റെഡ് കണ്ടീഷനിൽ കൊടുക്കുന്നതാണ്. നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇതിൻ്റെ പവർ ബട്ടണാണ് കംപ്ലയിൻറ്റ്. പവർ ബട്ടൺ കംപ്ലയിൻറ്റ് ആയതുകൊണ്ടാണ് ഇത് ഓൺ ആവാൻ വേണ്ടിയിരുന്നത്. നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് പവർ ബട്ടൺ കീബോർഡിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ ബട്ടൺ മാറ്റണമെന്നുണ്ടെങ്കിൽ കീബോർഡ് മൊത്തമായിട്ട് മാറ്റണം. ബട്ട് ഇതിൻ്റെ കീബോർഡ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ മാർക്കറ്റിൽ എല്ലായിടത്തും അന്വേഷിച്ച് നോക്കി അപ്പോൾ കീബോർഡ് കിട്ടാനില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇതിൻ്റെ കീബോർഡ് പ്രോപ്പർ വർക്കിംഗ് ആണ്, പവർ ബട്ടൺ മാത്രമേ കംപ്ലയിൻ്റ് ഉള്ളൂ. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഉള്ളത് ഇതിൻ്റെ പവർ ബട്ടൺ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പവർ ബട്ടൻ്റെ സ്ഥാനത്ത് നമുക്ക് വേറൊരു പവർ ബട്ടൺ സെപ്പറേറ്റ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ പ്രൊസീജിയറാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ഒരു ബട്ടൺ തന്നെ അതിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഹൈഡായിട്ട് നിൽക്കുന്ന രീതിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വിദ്യാമതിൽ എന്ത് വർക്ക് ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം.